എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ചെറിയ തോരൻ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് കറിയല്ല, ഉരുളൻകിഴങ്ങ് കൊണ്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഓണായിട്ട് ഒരു ചെറിയ കറി വേഗം കഴിയൂട്ടാ. അപ്പോൾ ഞാനിത് ഒന്ന് റെഡിയാക്കി കൊണ്ടിട്ടേട്ടാ. നോക്കിയേ, ഉരുളൻകിഴങ്ങ് ഉണ്ട്, നല്ലത് കിട്ടിയിട്ടോ. ഇതേപോലെ നല്ലത് വേണം. ഒരെണ്ണം മാത്രം അതേ ഒന്ന് കുത്തിണ്ടെടുക്കണ്ട. ഇതേപോലെ നമ്മൾ വൃത്തിയാക്കി തൊലി കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാന്താരിയാണ്, അത് വെള്ള കാന്താരി. വലിയ എരിവൊന്നുമില്ല, അത് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 5-6 മതി കേട്ടോ. പിന്നെ സബോള 3 കേട്ടോ. ചെറിയ സബോള, വലുതാണെങ്കിൽ 2 മതി. ഇതിപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് 3 എടുത്തു. 3 കറിവേപ്പില കേട്ടോ. 1 ടീസ്പൂൺ കടുക്, നിറച്ചില്ല, 3/4 എടുത്താൽ മതി കേട്ടോ. ഉപ്പ്, നാളികേരം പകുതി, വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഇത് കൊച്ചാക്കി, ഇതിൽ പണിയുള്ളത് ഇതൊരു ഇത്തിരിക്കോളം കൊച്ചാക്കി കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അത് മാത്രമേ ഇതിൽ പണിയുള്ളൂ കേട്ടോ. പിന്നെ ഈ മുളക് അരിഞ്ഞെടുക്കണ, സബോള അരിഞ്ഞ്, അപ്പം ഉപ്പ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വളരെ കൊച്ചാക്കിയിട്ട് അരിഞ്ഞുണ്ടാക്കി കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് പോകട്ടെ. സബോള കൊത്തിരിഞ്ഞത് ഇതിലേക്ക് ഇട്ടു കേട്ടോ. തേങ്ങ ഇട്ടു. നമ്മൾ തേങ്ങ ഉള്ളവരായ കാരണം ഇത്രയും തേങ്ങയൊക്കെ എടുത്താണ്. നമുക്കുള്ള പോലെ ചെയ്യാൻ പറ്റുള്ളൂ. പച്ചമുളക് ഇടാം. ഉപ്പും കൂടി നമുക്ക് ചേർക്കട്ടെ. ഒന്നേകാൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് എടുക്കാം. നല്ലോണം തന്നെ വയ്ക്കട്ടെ. എന്താ സൂപ്പറായിട്ട് നമുക്ക് ഇത് ഒതുങ്ങി കിട്ടിയിട്ടോ. ഇത് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം കേട്ടോ. നല്ലോണം മൂത്തിട്ടുണ്ട്. ആ വേപ്പിലാണ് നമുക്ക് കിട്ടും. അത് തുള്ളി വെള്ളം ഉണ്ടായി, അത് തന്നെയാണ്. കടുക് കരിയുന്നതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം യോജിപ്പിക്കാം കേട്ടോ. ഇത് തീയ വഴി കുറയ്ക്കാം, അല്ലെങ്കിൽ ശരിയാകും. ഈ കുറച്ചില്ലെങ്കിൽ കങ്ങാൻ പിടിക്കും. നമുക്ക് ചെയ്തതിനുള്ള രുചി കിട്ടില്ല കേട്ടോ. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്.
ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള കറിയല്ല. ഇനി നമുക്ക് ലേശം മൂടിയിരിക്കാന്നുള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് കുറയ്ക്കാം. ഇനി കരിയും. ഒന്ന് മൂടി വയ്ക്കാട്ടോ. നമുക്ക് വേണമെങ്കിൽ കേട്ടോ, അടി പിടിക്കുന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം ഒരു തുള്ളി വെള്ളം ഒഴിക്കുക, കൈയോടെ മൂടി വയ്ക്കും. അപ്പം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് അങ്ങോട്ട് വേവട്ടെ ഉരുളക്കിഴങ്ങ്. അപ്പം നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് തോരനാണ് കേട്ടോ. അറിയില്ല, ചെറിയതല്ല, ഒന്ന് അരിയാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വേണമെന്നില്ല, ഇങ്ങനെ ഉപ്പൊക്കെ നോക്കട്ടെ. പക്ഷെ ഒന്നുകൂടി വെക്കാം. എന്താണ് വാസന! നിങ്ങൾ എന്നിട്ട് മുളകൊക്കെ എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ മുളക് എരിവ് വേണം. നോക്കട്ടെ ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല പാകമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു 400 ഗ്രാം 450 ഗ്രാമാണ് ഉണ്ടായത് കേട്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ തോരൻ എല്ലാവരും വെക്കാട്ടോ. ഉരുളക്കിഴങ്ങ് തോരനാണ്, എല്ലാവരും വെച്ചോളൂ. സൂപ്പറാണ് കേട്ടോ. വെച്ചിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാട്ടോ.